മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപിയെ ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രിയെ ലോകത്ത് ഒരു മലയാളിക്ക് ഏട്ട എന്ന് വിളിക്കാൻ ധൈര്യത്തോടെ പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് തുടക്കം തന്നെ 2 lakhs 5 lakhs ഓരോ റേഞ്ചിനും ഒരു പാക്കേജിനും ഒരു ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് പണം നൽകി ഭാഗമാണ് കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചത്. പക്ഷെ ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അട്ടപടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടു മടുത്തു പോകും. ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിന് ശക്തമായ ഒരു നടത്തിപ്പിന്റെ പ്രയാണത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമ ശ്രമത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിലുണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിലുണ്ടാവില്ല. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായി നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നാണ്. കോവിഡിന് ഒരുപക്ഷെ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം സ്കെയിലപ്പ് ചെയ്യുന്നു. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർത്ത് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിട്ടുണ്ട്. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാനിവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിലാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷന്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഗ്രോത്തിന് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച. അതാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നു. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ. അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നത് വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡലിൽ നിന്ന് ആ സസ്റ്റൈനബിലിറ്റി അത്
കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജക്ഷൻ, അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിന്റെയും ഹയത്തിന്റെയും ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിന്റെ ശുദ്ധജലം, അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ, അതുപോലെ തന്നെ പവർ, ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് പൊളിച്ചുകൊണ്ട് പുതിയ എന്താ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള കോപ്പ് നമുക്ക് നൽകാൻ സാധിക്കും. ഉദ്ഘാടനം വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ വെക്കാസ്റ്റേ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വേണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. വെക്കാസ്റ്റേറ്റ് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കം നേടാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. Becca State should be here to stay. Thank you so much, Sri Suresh Gopi sir. Thank you so much. ഈ ഒരു ചെറിയ സമയത്ത് തന്നെ ഒരു അതും കൂടി ഒന്ന് പ്രഖ്യാപിച്ചേക്കാം. അതിൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ നോട്ട് അവിടെ എവിടെയും വന്നിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാക്കാൻ പാകത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 15 ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കിയെടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അതിനുള്ള കെൽപ്പുള്ളൂ. ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കയ്യോ തലയോ കടത്താൻ സാധിക്കും. അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്കീമിനകത്ത് പെടുന്ന 2 പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ DPR, അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. 150+ ക്രോറിന് 2 പ്രോജക്ട്സാണ് കേരളത്തിലെ വടകരയിലെ സർഗാലയവും കൊല്ലത്തെ അഷ്ടമുടിയിലെ ഇക്കോ ടൂറിസവും 2 പ്രോജക്റ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഈ വരുന്ന 21-ാം തീയതി വടകരയിലെ സർഗാലയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കും.